Neymar Jr. bids farewell to international football after Brazil's FIFA World Cup 2026 exit. നെയ്മർ ജൂനിയർ ബിഡ്സ് ഫെയർവെൽ വിട പറയുന്നു ടു ഇൻ്റർനാഷണൽ ഫുട്ബോൾ, അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുന്നു ആഫ്റ്റർ ബ്രസീൽസ് ഫിഫ വേൾഡ് കപ്പ് 2026 എക്സിറ്റ്. 2026 ഫിഫ വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ പരാജയത്തിനെ തുടർന്ന് അദ്ദേഹം വിട പറയുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ ഐക്കൺ, ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം നെയ്മർ ഹാസ് അനൗൺസ്ഡ്, നെയ്മർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? ഹിസ് ഇൻ്റർനാഷണൽ കരിയർ, അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കരിയർ ഹാസ് കം ടു എൻ ഇമോഷണൽ എൻഡ്, അത് അവസാനിച്ചിരിക്കുന്നു. കം ടു എൻ എൻഡ് എന്ന് വെച്ചാൽ അവസാനിച്ചിരിക്കുന്നു, എൻഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അവസാനിച്ചിട്ടുണ്ട്, വികാരഭരിതമായി അവസാനിച്ചിരിക്കുന്നു. ഫോളോയിങ്, തുടർന്ന് ബ്രസീൽസ് ഷോക്കിംഗ് 2-1 ഡിഫീറ്റ്, ബ്രസീലിൻ്റെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള 2-1 എന്ന പരാജയത്തെ തുടർന്ന് ആരോട്? ടു നോർവേയോട് ഇൻ ദ റൗണ്ട് ഓഫ് 16 ഓഫ് ദ 2026 ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 16 നോർവേയോട് 2-1 പരാജയപ്പെട്ടതിനെ തുടർന്ന് വികാരഭരിതമായ അദ്ദേഹം ഫിഫ വേൾഡ് കപ്പ് അദ്ദേഹം അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ദ അനൗൺസ്മെൻറ്റ് മാർക്സ്, ഈ പ്രഖ്യാപനം മാർക്സ് അടയാളപ്പെടുത്തുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു ദ എൻഡ്, അവസാനത്തെ ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് കരിയേഴ്സ്, ഏറ്റവും പ്രശസ്തമായ കരിയറുകളിൽ ഒന്നിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. ഇൻ ബ്രസീലിയൻ ഫുട്ബോൾ ഹിസ്റ്ററി, ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറിൻ്റെ അവസാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഈ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത്. ബ്രസീൽസ് ഏർലി എക്സിറ്റ്, ബ്രസീലിൻ്റെ നേരത്തെയുള്ള പുറത്താകൽ. ബ്രസീൽ വൺ ഓഫ് ദ ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ്, ടൂർണമെൻറ്റിലെ മാച്ചിലെ ഏറ്റവും ഫേവറേറ്റുകളിൽ ഒന്നായ ബ്രസീൽ സഫേർഡ് എ സർപ്രൈസ് ഡിഫീറ്റ്, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങി. സഫർ ഡിഫീറ്റ് എന്ന് വെച്ചാൽ ഏറ്റുവാങ്ങുക, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങി അഗെയിൻസ്റ്റ് നോർവേക്കെതിരെ. നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് സ്കോർ ട്വൈസ് 2 തവണ സ്കോർ ചെയ്തു. ടു സെൻഡ് ബ്രസീൽ ഔട്ട് ഓഫ് ദ ടൂർണമെൻറ്റിൽ നിന്ന് ബ്രസീലിനെ പുറത്താക്കുന്നതിന് 2 തവണ സ്കോർ ചെയ്തു. അതായത് അദ്ദേഹം 2 തവണ സ്കോർ ചെയ്തിട്ട് ഇവർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി എന്നർത്ഥം. ടു സെൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനെ പുറത്താക്കുക എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. നെയ്മർ കൺവേർട്ടഡ് എ സ്റ്റോപ്പേജ് ടൈം പെനാൾട്ടി. പെനാൾട്ടി എന്ന് വെച്ചാൽ സ്കോർ ചെയ്തു, പെനാൽറ്റിയിൽ ഗോൾ നേടി. നെയ്മർ കൺവേർട്ടഡ് എ സ്റ്റോപ്പേജ് ടൈം എന്ന് വെച്ചാൽ അധിക സമയത്ത് നെയ്മർ ഒരു പെനാൽറ്റിയിൽ ഗോൾ നേടി. പക്ഷേ ഇറ്റ് വാസ് ഓൺലി എ കൺസോളേഷൻ, അതൊരു ആശ്വാസ ഗോൾ മാത്രമായിരുന്നു. കൺസോളേഷൻ ഇറ്റ് മീൻസ് ആശ്വാസം, എന്തായാലും അതിൻ്റെ നിരാശയാണ് ഫലം, പക്ഷേ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ ഇതിനാണ് കൺസോളേഷൻ ഇറ്റ് മീൻസ്. അപ്പോൾ ആ ഒരു ഗോൾ ആശ്വാസ ഗോൾ മാത്രമായിരുന്നു. ആസ് ബ്രസീൽ ഫൈൽ ടു അവോയ്ഡ് എലിമിനേഷൻ, കാരണം ബ്രസീൽ പരാജയപ്പെട്ടു. ടു അവോയ്ഡ് എലിമിനേഷൻ ഒഴിവാക്കുന്നതിൽ നിന്ന് ബ്രസീൽ പരാജയപ്പെട്ടു. നെയ്മേഴ്സ് ഇമോഷണൽ ഗുഡ് ബൈ, വികാരപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗുഡ് ബൈ അവസാനം. ആഫ്റ്റർ ദ ഫൈനൽ വിസിൽ, അവസാനത്തെ വിസിലിന് ശേഷം ദ 34-year-old നെയ്മർ, 34 വയസ്സുകാരനായ നെയ്മർ വാസ് വിസിബിളി ഇമോഷണൽ, അദ്ദേഹം ഇമോഷണൽ ആയിരുന്നു. ആൻഡ് ഹിൻഡഡ്, അദ്ദേഹം സൂചിപ്പിച്ചു ദാറ്റ് എന്താണ് ഹിസ് ജേർണി, അദ്ദേഹത്തിൻ്റെ യാത്ര വിത്ത് ദ ബ്രസീലിയൻ നാഷണൽ ടീമുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഹാഡ് എൻഡഡ്, അവസാനിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം ആ സൂചനയിലുണ്ടായിരുന്നു. റിഫ്ലക്റ്റിംഗ് ഓൺ ഹിസ് കരിയർ, അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് ചിന്തിച്ചുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഹി ഹാഡ് ഗിവൺ എവറിത്തിങ് ഫോർ ബ്രസീൽ, അദ്ദേഹം ബ്രസീലിന് വേണ്ടി എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഹിസ് ഇൻ്റർനാഷണൽ ചാപ്റ്റർ വാസ് നൗ ഓവർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര അധ്യായം അത് അവസാനിച്ചിരിക്കുന്നു. ദ സ്റ്റേഡിയം വേർ ബ്രസീൽസ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ, ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ജൈത്രയാത്ര തുടങ്ങിയ ആ സ്റ്റേഡിയം എൻഡഡ്. ദ സ്റ്റേഡിയം വേർ ബ്രസീൽസ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ എൻഡഡ്, ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ജൈത്രയാത്ര അവസാനിച്ച ആ സ്റ്റേഡിയം വാസ് ഓൾസോ ദ വെന്യൂ, അത് തന്നെയായിരുന്നു, വേദി തന്നെയായിരുന്നു. വെർ നെയ്മർ മേഡ് ഹിസ് സീനിയർ ഇൻ്റർനാഷണൽ ഡെബ്യൂ ബാക്ക് ഇൻ 2010, 2010 അദ്ദേഹത്തിൻ്റെ 2010 അദ്ദേഹത്തിൻ്റെ ആദ്യ അന്താരാഷ്ട്ര
ഡെബ്യൂ എന്ന് വെച്ചാൽ അരങ്ങേറ്റം നടന്ന അതേ വേദിയിൽ തന്നെയായിരുന്നു ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് യാത്രയും അവസാനിച്ചത്. മേക്കിംഗ് ദ ഫെയർവെൽ ഈവൻ മോർ ഇമോഷണൽ. അത് ഈ ഒരു വിട പറയലിനെ കൂടുതൽ വികാരഭരിതമാക്കി.